അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 31-ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഓം മഹാദേവ്യൈ നമഃ. തുഷ്ടൂർമുദിതാ സർവേ ദേവാ വിദ്യാധരാസ്തഥാ ദൃഷ്ട്വാ വ്യാസസുതം ദിവ്യമരണീഗർഭസംഭവം അന്തരീക്ഷാൽപപാതോർവ്യാം ദണ്ഡ കൃഷ്ണാജിനം ശുഭം കമണ്ഡലുസ്തഥാ ദിവ്യ ശുകസ്യാർദ്ധേ ദ്വിജോത്തമ. സദ്യ സവവൃദ്ധേ ബാലോ ജാതമാത്രേതി ദീപ്തിമാൻ തസ്യോപനയനം ചക്രേ വ്യാസോ വിദ്യാവിധാനവിൽ. ഉൽപ്പന്നമാത്രം തം വേദ സരഹസ്യാ സസംഗ്രഹ ഉപതസ്ഥുർമഹാത്മാനം യഥാസ്യ പിതരം തഥാ. യതോ ദൃഷ്ടം ശുകീരൂപം ഘൃതാച്യ സംഭവേ തദാ ശുകേതി നാമ പുത്രസ്യ ചകാര മുനിസത്തമ. ബൃഹസ്പതിമുപാധ്യായം കൃത്വാ വ്യാസസുതസ്തദാ വ്രതാനി ബ്രഹ്മചര്യസ്യ ചകാര വിധിപൂർവകം. സോധീത്യ നിഖിലാൻ വേദാൻ സരഹസ്യാൻ സസംഗ്രഹാൻ ധർമ്മശാസ്ത്രാണി സർവാണി കൃത്വാ ഗുരുകുലേ ശുക. ഗുരവേ ദക്ഷിണാം ദത്വാ സമാവൃത്തോ മുനിസ്തദാ ആജഗാമ പിതുപാർശ്വം കൃഷ്ണദ്വൈപായനസ്യ ച. ദൃഷ്ട്വാ വ്യാസ ശുകം പ്രാപ്തം പ്രേംണോദ്ധായ സസംഭ്രമം
ആലിലിംഗ്യമുഹുർഘ്രാണം മൂർധനി തസ്യ ചകാരഃ. പപ്രച്ഛ കുശലം വ്യാസസ്തഥാ ചാധ്യയനം ശുചി ആശ്വാസ്യ സ്ഥാപയാമാസ ശുകം തത്രാശ്രമേ ശുഭേ. ദാരകർമ്മ തതോ വ്യാസ ശുകസ്യ പര്യചിന്തയൽ കന്യാം മുനിസുതാം കാന്താം അപൃച്ഛതതിവേഗവാൻ. ശുകം പ്രാഹ സുതം വ്യാസോ വേദോധീതസ്ത്വയാനഘ ധർമ്മശാസ്ത്രാണി സർവാണി കുരു ഭാര്യാം മഹാമതേ. ഗാർഹസ്ഥ്യം ച സമാസാദ്യ യജ ദേവാൻ പിതॄനധ ഋണാൻ മോചയ മാം പുത്ര പ്രാപ്യ ദാരാൻ മനോരമാൻ. അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗോ നൈവ ച നൈവ ച തസ്മാൽ പുത്ര മഹാഭാഗ കുരുഷ്വാദ്യ ഗൃഹാശ്രമം. കൃത്വാ ഗൃഹാശ്രമം പുത്ര സുഖിനം കുരു മാം ശുക. ആശാമേ മഹതി പുത്ര പൂരയസ്വ മഹാമതേ. തപസ്തപ്ത്വാ മഹാഘോരം പ്രാപ്തോസി ത്വമയോ നിജ ദേവരൂപീ മഹാപ്രാജ്ഞ പാഹി മാം പിതരം ശുക. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അരണീഗർഭത്തിൽ നിന്നു ജനിച്ച ശുകനെ കണ്ടു അമരന്മാർ മോദിച്ചു വിദ്യാധരന്മാരും. ദണ്ഡും കൃഷ്ണമൃഗത്തോലും ദിവ്യമാം കമണ്ഡലവും ദ്യോവിൽ നിന്നും ശുകനായി ഭൂമിയിൽ വീണു. അതിതേജസ്വിയാം ശുകൻ ഉടൻ തന്നെ വലുതായി അവന്റെ ഉപനയനം വ്യാസൻ നടത്തി. ജനിച്ചപ്പോൾ തന്നെ സർവ രഹസ്യവും വേദങ്ങളും പിതാവിനെ എന്ന പോലെ ശുകനും നേടി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ധൃതാചീതൻ ശുകീരൂപം കണ്ടാണല്ലോ പുത്രോത്പത്തി വ്യാസൻ അവനേകി ശുകനെന്നുള്ള നാമം. ബൃഹസ്പതിയെ തന്നൂടെ ആചാര്യനാക്കിനാൻ ശുകൻ ബ്രഹ്മചര്യവ്രതം വേണ്ട പോലാചരിച്ചു. സരഹസ്യം സാരഭൂത വേദങ്ങളും ശാസ്ത്രങ്ങളും ഗുരുകുലത്തിൽ വസിച്ചു പഠിച്ചു ശുകൻ. ഗുരുദക്ഷിണയും നൽകി സമാവർത്തനവും ചെയ്തു അച്ഛനായ വ്യാസൻ തൻ്റെ അരികിലെത്തി. പുത്രനായ ശുകനെയോ വ്യാസൻ കെട്ടിപ്പിടിച്ചല്ലോ പ്രേമപൂർവം മൂർധാവിലായി ചുംബിച്ചുവല്ലോ. അധ്യയനത്തെ കുറിച്ചു ചോദിച്ചല്ലോ വ്യാസൻ താനും ആശ്രമത്തിൽ ശ്രീശുകനെ താമസിപ്പിച്ചു.
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. തനയനു ഭാര്യ വേണം എന്നു വ്യാസൻ ചിന്തിച്ചല്ലോ. തരുണിയാം മുനി കന്യകയെ തിരഞ്ഞു. വ്യാസൻ പുത്രനോടു ചൊല്ലി അധ്യയനം പൂർത്തിയായി. വൈകിടാതെ നടത്തേണം വിവാഹം നീയും. ഗാർഹസ്ഥ്യത്തെ അനുഷ്ഠിച്ചു വേണ്ട പോലെ ഉണ്ണി നീയും. ദേവന്മാരെ പിതൃക്കളെ പൂജിച്ചിടേണം. മനസ്സിനു ഇണങ്ങിയ ഭാര്യമാരെ സ്വീകരിക്കൂ. മമ ഋണമോചനത്തിനായി പ്രവർത്തിക്കൂ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പുത്രനില്ലാത്തവനെന്നും ഗതിയില്ല സ്വർഗമില്ല. പുത്ര നീയും ഗൃഹസ്ഥനായി തീരുക വേഗം. മകനെ നീ ഗൃഹസ്ഥനായി എനിക്കു സുഖം നൽകുക. മമ മോഹം ശുക നീയും പൂർത്തീകരിക്കൂ. അതികഠിനമാം തപം അയോനിജനായ നിന്നെ എനിക്കേകി എന്നതും നീ അറിഞ്ഞിടുക. ദേവതുല്യനായ നീയോ മഹാബുദ്ധിമാനാണല്ലോ. പിതാവായ എന്നെ ഭവാൻ രക്ഷിച്ചിടണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ലോകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായിട്ട് ആരംഭിച്ചിട്ട് ഇന്ന് 75ാമത്തെ ദിവസം. പല പല തിരക്കുകളെ കൊണ്ട് ഇന്ന് കുറച്ച് വൈകിട്ടാണ് ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഭഗവത് നാമത്തിൽ ക്ഷമിക്കുക. പിന്നെ ഇവിടെ പ്രഥമസ്കന്ധം 14ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. എന്താ അതിൽ പറയണത്? ഭാഷാഗാനം കേട്ടപ്പോൾ തന്നെ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങളുണ്ടായിട്ടുണ്ടാവും. അരണീഗർഭത്തിൽ നിന്നുണ്ടായ ദിവ്യനായ ശുകൻ. തുഷ്ടുവുർ മുദിതാ സർവേ ദേവാ വിദ്യാധരാസ്തഥ. വളരെ സന്തോഷമായി സകല ദേവന്മാർക്കും അതേപോലെ വിദ്യാധരന്മാർക്കും ഒക്കെ. അവര് ആ ശുകനെ കണ്ടു. എങ്ങനെയുള്ള ശുകനാണ്?
ദൃഷ്ട്വാ വ്യാസസുതം ദിവ്യമരണീഗർഭസംഭവം. അരണിയിൽ നിന്നുണ്ടായ ശുകൻ, വ്യാസസുതനായിരിക്കുന്ന ശുകനെ കണ്ട് വലിയ അത്ഭുതമായി അവർക്കൊക്കെ എന്ന് പറയുന്നു. അവരൊക്കെ എന്തു ചെയ്തു? അവരൊക്കെ വേണ്ട പോലെ തുഷ്ടൂർമുദിതാ സർവേ, സന്തോഷാവു മാത്രമല്ല അവരൊക്കെ സന്തോഷിച്ച് സ്തുതിച്ചു. അന്തരീക്ഷാത് പപാതോർവ്യാം ദണ്ഡ കൃഷ്ണാജിനം ശുഭം കമണ്ഡലുസ്തഥാ. ഇതൊക്കെയാണ് ആകാശത്ത് നിന്നിപ്പോൾ താഴേക്ക് വീണത്. ദണ്ഡ്, കൃഷ്ണാജിനം കൃഷ്ണമൃഗത്തിൻ്റെ തോല്, അതേപോലെ തന്നെ കമണ്ഡലു. ഇതൊക്കെ ഉപനയനം കഴിഞ്ഞാൽ ബ്രഹ്മചാരിയുടെ കയ്യിലുണ്ടാവേണ്ടതാണ്. ഇതൊക്കെ ആ ദിവ്യഹ കമണ്ഡലുസ്തഥ, ദിവ്യമായ കമണ്ഡലു അടക്കം അന്തരീക്ഷത്തിൽ നിന്ന്, അന്തരീക്ഷാത് പപാതോർവ്യാം, ഉർവിയിലേക്ക്, ഈ ഭൂമിയിലേക്ക് വന്നു വീണു. എന്തിനാത്? ശുകസ്യാർത്ഥേ. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, പറയുകയാണ് സൂതൻ, ശുകന്റെ ആവശ്യത്തിനു വേണ്ടി അവിടുന്ന് താഴേക്ക് വീണു എന്ന് പറയുന്നു. സദ്യസവവൃദ്ധേ ബാലോ ജാതമാത്രേതി ദീപ്തിവാൻ. വളരെ അതിതേജസ്വിയായ ദീപ്തിമാനായിരിക്കുന്ന ബാലൻ ജനിച്ചപ്പോൾ തന്നെ, സദ്യ, അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് വലുതായി. എന്നിട്ടോ ആ സമയത്ത് തസ്യോപനയനം ചക്രേ, വിദ്യാദാനക്രമത്തെ അറിയുന്ന വിദ്യാവിധാനവിത്തായിരിക്കുന്ന വ്യാസൻ, വേദവ്യാസൻ ആ ഉണ്ണിയുടെ ഉപനയനം ചക്രേ, ഉപനയനം നടത്തി. അത് കഴിഞ്ഞിട്ടോ ഉൽപ്പന്നമാത്രം തം വേദ, ജനിച്ച ഉടനെ തന്നെ വേദാസരഹസ്യ സസംഗ്രഹ, ഉടൻ തന്നെ രഹസ്യങ്ങളും സാരഭൂതങ്ങളുമായിരിക്കുന്ന വേദങ്ങൾ മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ എങ്ങനെയാണോ അദ്ദേഹത്തിന് വ്യാസനുള്ളത്, അതേപോലെ തന്നെ ഈ വേദങ്ങളൊക്കെ ശുകനെയും പ്രാപിച്ചു, അല്ലെങ്കിൽ ശുകൻ ഇതൊക്കെ പഠിച്ചു. യഥോദൃഷ്ടം ശുകീരൂപം ഘൃതാച്യ സംഭവേ തഥാ. ഘൃതാജിയുടെ ശുകീരൂപം, ഒരു പെൺതത്തയുടെ രൂപം കണ്ടിട്ടാണല്ലോ സാക്ഷാൽ വേദവ്യാസന് പുത്രോത്പത്തിക്ക് താല്പര്യം ഉണ്ടായത്. അതിന് കാരണം അതാണ്. അതുകൊണ്ട് ശുകേതി നാമപുത്രസ്യ ചകാര മുനിസത്തമ, ശുകൻ എന്ന് തന്നെ ആ ഉണ്ണിയെ മുനിശ്രേഷ്ഠനായിരിക്കുന്ന വേദവ്യാസൻ പേരിട്ടു എന്ന് പറയും. എന്നിട്ട് ശുകന്റെ ഗുരുനാഥനാര ബൃഹസ്പതി മുപാധ്യായം കൃത്വ വ്യാസസുതസ്തത, ബൃഹസ്പതിയെ ആചാര്യനാക്കിക്കൊണ്ട് വ്യാസപുത്രനായ ശുകൻ വ്രതാനി ബ്രഹ്മചര്യസ്യ ചകാര വിധിപൂർവകം, വിധിപ്രകാരം ബ്രഹ്മചര്യത്തിലെ ആ ചടങ്ങുകൾ, ദിന കർമ്മങ്ങൾ, അതേപോലെ ആ വ്രതങ്ങളൊക്കെ വേണ്ട പോലെ അദ്ദേഹം അനുഷ്ഠിച്ചു എന്ന് പറയും. സോധീത്യ നിഖിലാൻ വേദാൻ സരഹസ്യാൻ സസംഗ്രഹാൻ ധർമ്മശാസ്ത്രാണി സർവാണി കൃത്വാ ഗുരുകുലേശുക. എല്ലാ രഹസ്യങ്ങളും സാരഭൂതങ്ങളായിരിക്കുന്ന എല്ലാ വേദങ്ങളും, രഹസ്യങ്ങളായതും സാരഭൂതവുമായിരിക്കുന്ന വേദങ്ങളൊക്കെ തന്നെ, ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ തന്നെ സർവാണി കൃത്വാ ഗുരുകുലേശുക, ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് അത് മുഴുവൻ പഠിച്ചു എന്ന് പറയുന്നു. അതൊക്കെ വേണ്ടതുപോലെ അനുഷ്ഠിക്കുകയും അതിനെയൊക്കെ വേണ്ട പോലെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. പിന്നെയോ ഗുരവേ ദക്ഷിണാം ദത്വ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? ഗുരുകുലത്തിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് സമാവൃത്തോ മുനിസ്തത, സമാവർത്തന കർമ്മം ഒക്കെ നടത്തി ആജഗാമ പിതുപാർശ്വം, എവിടേക്ക് തിരിച്ചെത്തി? അച്ഛനായ കൃഷ്ണദ്വൈപായനന്റെ, കൃഷ്ണദ്വൈപായനസ്യ ച, ആരാണ് അച്ഛൻ? ശുകന്റെ കൃഷ്ണദ്വൈപായനൻ, വേദവ്യാസൻ. ആ വേദവ്യാസന്റെ അടുത്തേക്ക് വന്നു. ദൃഷ്ട്വാ വ്യാസ ശുകം പ്രാപ്തം പ്രേംണോദ്ധായ സസംഭ്രമം. ശുകൻ ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. വേദവ്യാസൻ ചാടി എഴുന്നേറ്റ് ചെന്ന് പ്രേമപൂർവം ആലിംഗനം ചെയ്തു. ആലിലിംഗ മുഹുർഘ്രാണം മൂർധ്നി തസ്യ ചകാര, കെട്ടിപ്പിടിക്കുകയും ആ സ്നേഹവാത്സല്യങ്ങളുടെ പ്രതീകമായിട്ട് ആ ശുകന്റെ മൂർധാവിൽ ചുംബിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു. പപ്രച്ഛ കുശലം വ്യാസസ്തഥാ ചാധ്യയനം ശുചി ആശ്വാസ്യ സ്ഥാപയാമാസ ശുകം തത്ര ആശ്രമേ ശുഭേ. കുശലം ചോദിച്ചു.
കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ മകൻ വന്നപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് എത്തിയേക്കാണ്. അപ്പോൾ മകനോട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അല്ലേ? അധ്യയനത്തെക്കുറിച്ച് ചോദിച്ചു. എന്നിട്ട് സമാധാനിപ്പിച്ചു. കുറേ കാലമായിട്ട് അച്ഛൻ്റെ കൂടെ ഇല്ല, ഇനി നീ എൻ്റെ കൂടെ മതി എന്ന് പറഞ്ഞ് ആ ശുഭമായ വ്യാസന്റെ ആശ്രമത്തിൽ, സരസ്വതി നദിയുടെ തീരത്തുള്ള ശമ്യാപ്രാസം എന്നുള്ള ആശ്രമത്തിൽ തന്നെ ശുകനെയും താമസിപ്പിച്ചു. ദാരകർമ്മ തതോ വ്യാസാം ശുകസ്യ പര്യചിന്തയൽ കന്യാം മുനിസുതാം കാന്താം അപൃച്ഛദതിവേഗവാൻ. സാധാരണ രീതിയിൽ സമാവർത്തനം വരെയുള്ള ചടങ്ങുകളാണ് ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സമാവർത്തനം കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക, ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുക എന്നാണ് ചടങ്ങ്, അല്ലെങ്കിൽ ഒരു രീതി, ലോകരീതി. ഇപ്പോൾ തൻ്റെ മകൻ പഠിപ്പൊക്കെ കഴിഞ്ഞെത്തി, നമ്മളും അങ്ങനെയാണ് അല്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ഒരു കല്യാണം. ഇവിടെ ഒരു ഭാര്യ വേണമല്ലോ എന്ന് വ്യാസൻ ആലോചിച്ചു. സൗന്ദര്യമുള്ളൊരു കുട്ടി വേണം തൻ്റെ ഭാര്യയാവാൻ. ഒരു മുനികന്യക എവിടെയാണുള്ളത് എന്ന് അദ്ദേഹം അപൃച്ഛത് അതിവേഗവാൻ, ഇതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു. എന്നിട്ടോ ശുകം പ്രാഹ സുതം വ്യാസോ വേദോധീതസ്ത്വയാനഘ ധർമ്മശാസ്ത്രാണി സർവാണി കുരു ഭാര്യാം മഹാമതേ. ബുദ്ധിയുള്ളവനാണ് നീ, ഇപ്പൊ മഹാമതേ എന്ന് വിളിക്കുകയാണ്. ഹേ അനഘ, പാപമില്ലാത്തവനെ. വ്യാസൻ പുത്രനായ ശുകനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നീയിപ്പോ വേദോധീതസ്ത്വയാനഘ, വേദങ്ങളൊക്കെ പഠിച്ചു, ഹേ അനഘ. പിന്നെയോ ധർമ്മശാസ്ത്രങ്ങളെയൊക്കെ എല്ലാം നീയ പഠിച്ചു. ബുദ്ധിയുള്ള നീയ, ബുദ്ധിമാനായവനെ മഹാമതേ എന്നാണ് വിളിക്കുന്നത്. ഇനി നീ എന്തു വേണം? കുരു ഭാര്യാം, ഇനി നിനക്കൊരു ഭാര്യ ഉണ്ടാവണം, നീയ വിവാഹം കഴിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്? ഗാർഹസ്ഥ്യം നല്ലപോലെ അനുഷ്ഠിച്ച് ദേവന്മാരെയും പിതൃക്കളെയൊക്കെ പൂജിക്കുക. ഗാർഹസ്ഥ്യം ച സമാസാദ്യ യജദേവാൻ പിതൃനഥ. പിന്നെയോ മനസ്സിനിണങ്ങിയ ഭാര്യമാരെ, ധർമ്മധാരങ്ങളെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ സ്ത്രീകളെ നേടിയിട്ട് എൻ്റെ മകനെ മാം പുത്ര, എന്നെ മാം ആ ഗൃണാൽ മോചയ, എന്നെ ഈ കടങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കണം. പുത്രനുണ്ടായിക്കഴിഞ്ഞാലാണ് പിതൃകടങ്ങൾ ഒക്കെ തീരുക. പിതൃകടങ്ങൾ തീരാൻ എന്ത് വേണം? പുത്രോത്പാദനം ചെയ്യണം എന്നാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് എന്നെ ഈ കടങ്ങളിൽ നിന്നൊക്കെ നീയെ മോചിപ്പിക്കൂ. അപുത്രസ്യ ഗതിർനാസ്തി, പുത്രനില്ലാത്ത ആളുകൾക്ക് ഗതിയില്ല എന്നാ പറയുക. സ്വർഗോ നൈവച നൈവച, സ്വർഗം ഒരിക്കലുമില്ല. അതുകൊണ്ട് ഹേ മഹാഭാഗ്യവാനായിരിക്കുന്ന പുത്ര, തസ്മാൽ കുരുഷ്വാദ്യ ഗൃഹാശ്രമം, എന്ത് ചെയ്യണം? നീയ് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കൂ. എന്നിട്ടോ കൃത്വാ ഗൃഹാശ്രമം പുത്ര സുഖിനം കുരു മാം ശുക. മകനെ ശുക, ഉണ്ണി, നീ ഗൃഹസ്ഥനായിട്ട് മാം സുഖിനം കുരു, എനിക്കും സുഖം നൽകൂ. എൻ്റെ ഏറ്റവും വലിയ മോഹം നീ പൂർത്തീകരിക്കണം. നിനക്ക് വിവാഹം നടക്കുക, നിനക്കൊരു കുഞ്ഞുണ്ടാവുക, ഇതൊക്കെയാണ് എൻ്റെ വലിയ മോഹം. എന്നെ കടങ്ങളിൽ നിന്ന്, പിതൃകടം, ദേവകടം, ഋഷികടം, ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ നിനക്ക് പുത്രനുണ്ടായേ തീരൂ. പ്രത്യേകിച്ചും ഋഷികടങ്ങളൊക്കെ പൂർത്തിയാവാൻ അധ്യയനം അത് ഞാൻ നടത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് പുത്രോത്പാദനം ഞാൻ നടത്തി. നിനക്കൊരു പുത്രനുണ്ടായാലാണ് എൻ്റെ പിതൃകടങ്ങളൊക്കെ തീരുക. തപസ്തപ്ത്വാ മഹാഘോരം പ്രാപ്തോസി ത്വമയോനിജ. നിന്നെ കിട്ടിയത്, പ്രാപ്തോ അസി, നിന്നെ കിട്ടിയത് എന്തുകൊണ്ടാണ്? നീ അയോനിജനാണ്. ഈ ഒരു യോനിയിൽ നിന്ന് പുറത്തേക്ക് വന്നതല്ല, മറിച്ച് അരണിയിൽ നിന്നാണ് നീ ഉണ്ടായത്. അതെനിക്ക് കിട്ടിയത് എങ്ങനെയാ? അതിഗംഭീരമായിട്ടുള്ള തപസ്സുകൊണ്ടാണ്. ദേവരൂപീ മഹാപ്രാജ്ഞ, ദേവതുല്യനായ മഹാബുദ്ധിമാനായിരിക്കുന്ന ഹേ ശുക പാഹിമാം പിതരം, പിതാവായ എന്നെ നീയ് രക്ഷിക്കണേ, നിനക്കതിന് സാധിക്കുള്ളൂ, വിവാഹം കഴിക്കൂ എന്ന് പറയുന്ന 31-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 32-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ,
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.